ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പ്രകാശ് പറയാണ്, എന്തൊക്കെയാ മോളെ ഈ സ്ത്രീ പറയണത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കാർത്തിക പറയുന്നുണ്ട്, ഇവരെ കണ്ടാലറിയാം ഇവരെന്തിനും പോകുന്ന സ്ത്രീയാണെന്ന്. ആടി, എന്തിനും പോകുന്ന സ്ത്രീ തന്നെയാണ് എന്നെ അങ്ങനെ ആക്കിയതേ. ദേ ഇയാളും പിന്നെ ഇയാളുടെ വലിയൊരു തെറ്റുകാരി ഒരു അമ്മയുണ്ട്, ആ സ്ത്രീയും കൂട്ട എന്നെ ഈ നിലയിലാക്കിയത് എന്ന് പറയാണ്. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഈ നല്ലൊരു മുഹൂർത്തത്തിൽ ഈ അച്ഛനും എൻ്റെ അമ്മയും നമ്മളെ വിവാഹം നടത്തിയിരിക്കും ഞാൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നു, നടത്തും ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ എപ്പോൾ വിവാഹം കഴിക്കാനാ എന്ന് കാർത്തിക പറയാണ്. അച്ഛാ, ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അച്ഛൻ വണ്ടിയിൽ കയറി എന്ന് പറയാണ്. അങ്ങനെ പ്രകാശനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കാർത്തിക പതുക്കെ ഒന്ന് തിരിഞ്ഞിട്ട് ലക്ഷ്മിയെ നോക്കി ചിരിച്ചിട്ട് പോകുക കേട്ടോ. അതിനുശേഷം കാർത്തിക ചോദിക്കുന്നുണ്ട്, പക്ഷേ അച്ഛൻ എന്താ അവിടെ മുമ്പിൽ ചൂളി നിൽക്കണത്? അച്ഛനിങ്ങനെ ചൂളി നിൽക്കണ കാണുമ്പോഴാണ് എനിക്കും സംശയം തോന്നുന്നത്, അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. അയ്യോ മോളെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. പിന്നെ അച്ഛൻ അവർക്ക് മറുപടി പറയാത്തതെന്ന് ചെയ്യുമ്പോൾ, ഇതിനെ മറുപടി അവിടുത്തല്ല മോളെ, ഇവരെ അതിനുവേണ്ടി കച്ചകെട്ടി ഇറക്കിക്കണ ആ കിരണിനോടും കല്യാണത്തെ മറുപടി പറയേണ്ടത് എന്ന് പ്രകാശം പറയും കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്രത്തെയാണ് കാണിക്കുന്നത്. വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കൂടെ അമ്മുമ്മയും ഉണ്ട്. അപ്പൊ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഷോ എന്നാലും ഈ സ്ത്രീ ഇത് എവിടെ നിന്ന് വന്നു ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, അല്ലാത്തിനത് കാരണം ആ കിരണും കല്യാണി ആയിരിക്കും. ഈ കല്യാണം അങ്ങനെ മുടങ്ങിയുണ്ടല്ലോ, ആ കിരണിനെ കല്യാണിനെ അവരെ കാർത്തികച്ച് ഇങ്ങനെ പിണങ്ങി പോയാണ്ടല്ലോ, ആ കിരണിനെ കല്യാണി വെറുതെ വെച്ചേക്കില്ല എന്ന് പറയാണ്. ഞാൻ അവരെ കുത്തി കൊല്ലും ഞാനെന്ന് പറയുമ്പോൾ അമ്മു പറയണ്ടടാ മോനെ, നീ ഇതൊന്നും ചെയ്യല്ലേ, നീ വലിയൊരു കമ്പനിയുടെ MD ആവാൻ പോകുന്നവൻ, അപ്പൊ നീ ഇങ്ങനെ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറയാണ്. പിന്നെ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്, എനിക്ക് ദേഷ്യം വരുവാ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ കാർത്തികയുടെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ കാർത്തിക അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അമ്മ പറയണ്ട, അതെ കാർത്തിക മോളുടെ വണ്ടി വന്നു, ദേ കാർത്തിക മോള് വന്നല്ലോ, അപ്പോൾ പ്രകാശ് വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഡോറിൽ നിന്ന് പ്രകാശൻ ഇറങ്ങി വരുവാട്ടോ. അതെ പ്രകാശിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, കാർത്തിക മോളും പിടിക്കുക, പറഞ്ഞ പോലെ ചെയ്തിരിക്കും എന്ന് പറയാണ്. അങ്ങനെ പ്രകാശനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് വരുവാട്ടോ. അതിനുശേഷം കാർത്തിക പണ്ട് അച്ഛനെ ഇറക്കിക്കൊണ്ട് വന്നു, പക്ഷെ അച്ഛനെ വെള്ളം കുടിപ്പിക്കുന്ന ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് കള്ളക്കേസ് കൊടുത്ത സ്ത്രീയെ എന്ന് പറയുകയാണ്. അച്ഛൻ എന്നാൽ ആ സ്ത്രീ എവിടെ നിന്ന് വന്നു വെച്ചപ്പോ എനിക്കറിയില്ല മക്കളെ എന്ന് പ്രകാശം പറയാണ്. എല്ലാ കാർത്തിക ചേച്ചിയുടെ അമ്മേനെ എങ്ങനെയാ ചേച്ചി തിരിച്ചു കൊണ്ടുപോയത്? ഞാൻ അച്ഛൻ്റെ പേരിൽ കള്ളക്കേസ് കിരണും കല്യാണിയും കൊടുത്തു ആ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അതെയോ, അമ്മ ഇപ്പൊ എവിടെയുണ്ട്? അമ്മയുടെ കാര്യമൊന്നും പറയണ്ട, അമ്മക്ക് വലത്തെ വിഷമമാണ്, ഞാൻ വന്ന് കണ്ടോട്ട് മോളെ അമ്മേനെ എന്ന് പ്രകാശം പറയുമ്പോൾ, ഇപ്പൊ എന്തായാലും വരണ്ട അച്ഛാ, ഇപ്പൊ എന്നാ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് അറിയാലോ, ഇപ്പൊ എങ്ങനെ കല്യാണം നടത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീ കേസ് കൊടുക്കും, പിന്നെ അച്ഛനെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഷോ എന്തൊരു കഷ്ടമായതെന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തിക പറയണ്ട, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛൻ എന്തായാലും ഈ കല്യാണം നടത്തിയിരിക്കും, അതെന്റെയും കൂടി വാശിയാണ് എന്ന് പറഞ്ഞിട്ട് കാർത്തിക അവിടെ നിന്ന് പോകുക കേട്ടോ. കാർത്തിക പോയിക്കുമ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, അച്ഛാ സത്യം പറ അച്ഛൻ എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കണ മുമ്പ് വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുവാണ്. അതെല്ലാം കേട്ട് കാർത്തിക ഒരു മൂലക്ക് മാറി നിൽക്കുക കേട്ടോ. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, എടാ മക്കളെ, ഇതിലേക്ക് നിന്റെ അടുത്ത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് സത്യം പറ അച്ഛൻ വേറെ ദീപനെ കല്യാണം കഴിക്കാൻ മുമ്പ് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട ഒരു ചെറിയ തെറ്റ് അച്ഛനെ പറ്റിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്ന, നാഗർകോവിൽ ഒരുത്തിന് വിവാഹം കഴിച്ചിരുന്നു നിന്റെ അച്ഛൻ 1, 2, 3 കല്യാണം കഴിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ അച്ഛൻ അവസാനം കല്യാണം കഴിക്കേണ്ടത് കാർത്തികേച്ചിയുടെ അമ്മേനെ ആയിരിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അടാ മക്കളെ, നീയാണ് എൻ്റെ മോൻ, എൻ്റെ മോനടാ, പൊന്നു മോനടാ, എനിക്കിതൊക്കെ നിന്നോട് എങ്ങനെ പറയണമെന്നൊരു പേടിയായിരുന്നു, ഇപ്പോഴാണ് അച്ഛന് സമാധാനം ഇത്. അച്ഛാ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വെച്ചാൽ കാർത്തിക ചേച്ചിയുടെ അമ്മേനെ അച്ഛൻ തന്നെ വിവാഹം കഴിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റൂ, അതെനിക്കറിയാടാ, അതെനിക്കറിയാം, എൻ്റെ പൊന്നു മോനാ നീ എന്നൊക്കെ പറഞ്ഞ് പ്രകാശം കെട്ടിപ്പിടിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ കാർത്തികനെ പുച്ഛത്തോടു കൂടി നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അമ്മ പറയുന്നുണ്ട്, നാഗർകോവിൽ കെട്ടിയവള് ഒരു ചീത്ത സ്വഭാവക്കാരിയായിരുന്നു, അവളുടെ വലയെന്ന് അച്ഛൻ്റെ രക്ഷപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിന്റെ ഇപ്പോഴത്തെ അമ്മയുണ്ടല്ലോ ദീപ, അവളെക്കാളും വൃത്തികെട്ടവളും അവളെക്കാളും പൊട്ട സ്വഭാവമായിരുന്നു അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക അങ്ങനെയൊക്കെ ദേഷ്യം വരുവാണ്. കാർത്തിക മുകളിലേക്ക് കയറി പോകുവാട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ പ്രകാശനാകെ ദേഷ്യത്തോടു കൂടി തന്നെ കിരണിന്റെ കല്യാണിന്റെ വീട്ടിലേക്ക് പോകുവാട്ടോ. അവിടെ മുമ്പിൽ തന്നെ നമ്മുടെ ബൈജുവും അതുപോലെ തന്നെ പാറുക്കുട്ടി ഇരിക്കേണ്ടേ. അങ്ങനെ പ്രകാശൻ അവിടെ നടന്നു വരുമ്പോൾ തന്നെ ബൈജുവും പാറുക്കുട്ടിയും പൊട്ടിച്ചിരിക്കുക കേട്ടോ. പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശനെ നാണം കിട്ടി അതിൻ്റെ മുമ്പിലേക്ക് കയറി പോകുവാണ്. ബൈജുവും പാറുക്കുട്ടി നോക്കെന്ന് വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കണം. ചിരിച്ചോടാ, നിങ്ങൾ ചിരിച്ചോ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രകാശൻ പാണ്ടേ, ദീപേച്ചി ദേ മണവാളം വന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രകാശൻ പാട, അതേടാ മണവാളം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണ്. അങ്ങനെ ദീപ അവിടേക്ക് വരുന്നുണ്ട്. ദീപ വരുമ്പോൾ തന്നെ പ്രകാശം പറഞ്ഞിട്ട്,
എല്ലാവരും കൂടി കള്ളക്കേസ് കൊടുത്തിട്ട് എന്നെ ജയിലിലാക്കാൻ വേണ്ടി നോക്കിയല്ലേ, ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുഷ്പം പോലെ ഞാൻ പുറത്തിറങ്ങി പുഷ്പം പോലെ എന്ന് പറയാണ്. ഞാൻ നീ പറഞ്ഞെടുക്കാണ്ടല്ലോ ഇടയ്ക്കിടക്ക് ഞാൻ കല്യാണി നീ ഗർഭിണിയായിരിക്കും നിനക്ക് വിഷം തന്നു കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ നീ പറഞ്ഞെടുക്കാറുണ്ടല്ലോ. അതേടി ഞാൻ അങ്ങനെ ഇപ്പം ഞാൻ ആദ്യമായിട്ട് സമ്മതിക്കുന്നു, ഞാൻ കൊല്ലാൻ നോക്കി അവളെ. കാരണം എനിക്കറിയായിരുന്നു അവള് ജനിച്ച് വളർന്ന് വലുതായി കഴിഞ്ഞാൽ എനിക്ക് പാരയാവും, എൻ്റെ കുഴി തോണ്ടോന്ന്. അവസാനം അവൾ ജനിച്ചു, ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് പാരയെ എൻ്റെ കുഴി തോണ്ടെന്ന് കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടല്ല അല്ലേ കടുവ് എന്ന് പറയാണ്. അതേടാ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടൊന്നും അല്ല എന്ന് പറയാണ്. അല്ല നിങ്ങൾ ഇതിനു മുമ്പ് ഒരു കല്യാണം ദീപേശിനെ കല്യാണം കഴിക്കുന്ന മുമ്പ് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് പറയല്ലോ, അപ്പൊ ഇനി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോഴേക്കും എന്നിട്ട് പോയിട്ട് 3ാമത് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പാർക്കുട്ടി പറഞ്ഞേ, അല്ല 50ാം വയസ്സാണല്ലോ ആ ലക്ഷ്മി എന്ന് പറഞ്ഞ ഇപ്പൊ വരുന്ന സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോകുന്നത്, അപ്പൊ 60ാം വയസ്സിൽ ഇനി 4ാമത് വിവാഹം കഴിക്കുമോ എന്ന് പറയുമ്പോഴേക്കും അതേടി വിവാഹം കഴിക്കും, അത്രക്ക് തലയെടുപ്പുണ്ട് എനിക്ക് എന്ന് പറയണേ പാറക്കുട്ടി എടുത്ത്. ആ സമയത്ത് പാറു പറഞ്ഞിട്ട് അതെ തലയെടുപ്പുണ്ട് ശരിയാണ്, കടുവകളെ ആരായാലും പേടിക്കുമല്ലോ എന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ആഹാ നീ നന്നായിട്ട് കിണിക്കുന്നുണ്ടല്ലോ ചിരിക്കുക എന്ന് പറയുമ്പോൾ പാറു പറഞ്ഞതേ നിങ്ങളെടുത്ത് കളിക്കല്ലേ, എൻ്റെ കയ്യിലെ പടക്കമുണ്ട് ശരിക്കും ഒറിജിനൽ പടക്കം, നിങ്ങളെ വെച്ച് പൊട്ടിക്കും ഞാൻ എന്ന് പറയുമ്പോൾ ബൈജു പറയണ്ട അതെ മുമ്പത്തെ പോലെ പൊട്ടാസല്ല മോളുടെ കയ്യിലെ നല്ല അസല് പടക്കമുണ്ട്, കടുവക്ക് പൊട്ടിക്കല് വേണ്ടതാണെങ്കിൽ പൊയ്ക്കിടണം എന്ന് പറയുമ്പോഴേക്കും നോക്കിക്കൂടി നിങ്ങളെല്ലാവരും നോക്കിക്കോ, ഇപ്പൊ ചിരിച്ചവരൊക്കെ നാളെ ഒരു സമയത്ത് കരയുന്നത് ഞാൻ കാണും, ഈ മുടങ്ങിയ വിവാഹം ഇനിയും നടക്കും നോക്കിക്കോ, ഞാനൊരു കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് കാർത്തിക മോളുടെ അമ്മ ലക്ഷ്മിയുടെ കഴുത്തിലായിരിക്കും, ആ വിവാഹം ഉടനെ തന്നെ നല്ലൊരു മംഗളമുഹൂർത്തത്തിൽ നടന്നിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് ബൈജു പറഞ്ഞല്ല വിവാഹം നടത്തിക്കാൻ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരില്ലേ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാടാ, അതൊക്കെ ശരിയാക്കിയിട്ട് കല്യാണം നടത്താനൊക്കെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് നമ്മുടെ പ്രകാശനാണെന്ന് ഇറങ്ങാട്ടോ. പ്രകാശൻ ഇറങ്ങി കഴിയുമ്പോഴും ബൈജുവും പാറും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പ്രകാശൻ നേരെ പോണത് നമ്മുടെ രാജപ്പണ്ണിൻ്റെ അടുത്താണ്. രാജപ്പണ്ണ എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ തിരക്കിലായിരുന്നു, രാജപ്പണ്ണ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ പ്രകാശ കല്യാണം മുടങ്ങി, 3 സ്റ്റാർ ഹോട്ടലിൽ ബാക്കി വന്ന ഫുഡെല്ലാം വന്നവർ കഴിച്ചിട്ട് എടുത്തുകൊണ്ട് പോയി എന്ന് പറയാണ്. നിങ്ങൾ കഴിച്ചില്ല അണ്ണാ, ഞാൻ കഴിച്ചു, അല്ലാണ്ട് എന്ത് ചെയ്യാനാ, ഫുഡ് വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റുമോ എന്ന് പറയാണ്. എടാ നോക്ക് കല്യാണം മുടങ്ങി, ഞാൻ തന്ന 12 ലക്ഷം രൂപ എന്താണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ നോക്ക്, കല്യാണം ഇന്നൊരു ദിവസം മുടങ്ങി വെച്ചിട്ട് ഇനി അടുത്ത ദിവസം തന്നെ കല്യാണം ഉണ്ടാളി അണ്ണ, അന്ന് 3 സ്റ്റാർ വെച്ചിട്ടല്ലേ 4 സ്റ്റാറിലോ 5 സ്റ്റാർ വെച്ചിട്ടാണ് കല്യാണം. എടാ മുമ്പ് നീ ഇതുപോലെ പൈസ മേടിച്ചിട്ടുണ്ട് വിക്രത്തിന് വേണ്ടിയിട്ട്, അന്ന് ആ പൈസ തന്നിടത്ത് കല്യാണിയാ, പക്ഷെ ഇപ്പൊ അവള് പോലും ഇല്ല, നീ തരോടാ എനക്ക് നിന്നെ വിശ്വസിച്ച് ഞാൻ പൈസ തന്നത്. എടാ അണ്ണ ഞാൻ 10-15 കോടിയുടെ ആസ്തിയുള്ള ആളാണ് ഞാൻ, എന്നോടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ തന്നിരിക്കുവാണ്, നിങ്ങൾ എന്തെങ്കിലും പേടിക്കണം, നിങ്ങൾക്ക് എന്തായാലും വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെയാണ് അണ്ണാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ഒപ്പിച്ചു വെക്ക്. 10 ലക്ഷം അതെന്തിനാണ്, അപ്പൊ തന്ന 12 ലക്ഷം തീർന്നോ ചോദിക്കുകയാണ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് വേണ്ടി ചിലവായി, പിന്നെ 3 സ്റ്റാർ ഹോട്ടലിലെ ഫുഡിന് തന്നെ നല്ല ലക്ഷങ്ങൾ രൂപ ചിലവായി, അപ്പൊ അതുകൊണ്ട് കുറച്ച് പൈസ മാത്രമേ ബാക്കിയുള്ളൂ, അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി പൈസ അറേഞ്ച് ചെയ്ത് വെക്ക് എന്ന് പറയാണ്. എടാ അത് അണ്ണ നോക്കി 12 ലക്ഷം രൂപയുടെ പൈസ ഞാൻ തരാം, 12 ലക്ഷം രൂപയും പലിശയാണ് ഞാൻ തരാൻ പോണത്, അണ്ണനൊരു 10 ലക്ഷം രൂപയുടെ തരുവാണെങ്കിൽ 25 ലക്ഷം രൂപയുടെ പലിശ ഞാൻ തരും, ഏതാണെന്നാണ് വേണ്ടത്? എനിക്ക് 25 ലക്ഷം രൂപയുടെ പലിശ മതിയാണ്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൂടി അണ്ണ റെഡിയാക്കി വെച്ചോ, കല്യാണം ഇനി നടക്കും എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.